സ്റ്റീപ്പാണ്, അതാണ് ഗുൽമാർഗ് കുറച്ച്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട്. ഇതാ ഇരുന്ന് കരഞ്ഞ ആൾക്കാരെ നന്ദീൻ്റെ വലിയൊരു വിഗ്രഹമുണ്ട്. അത് മാത്രമല്ല ഒരു വാരാണസിൻ്റെ മിനിയേച്ചറാണ് യോധ മൂവി. നീ എന്താടാ കത്തി വേഷത്തിലൊക്കെ വന്ന് എന്നിട്ടാണ് നമുക്ക് പൈസ എടുക്കാൻ അല്ലെങ്കിൽ നമ്മളവിടെ പെട്ടുപോയി. നല്ല കാഴ്ചകളുള്ള നല്ല ഫോറസ്റ്റ് ഏരിയ കൂടെ ചുരങ്ങളൊക്കെ വന്നു, വലിയ ചുരങ്ങളൊക്കെ വന്നു കൂടെ ഒരു കാണാനൊക്കെ ഒരു രസം. അത് കാഠ്മണ്ഡുവിലേക്കാണ് അടുത്ത പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബസ് ആദ്യം ബുക്ക് ചെയ്തു. ടൂറിസ്റ്റ് ബസ് നമ്മൾ ഓൺലൈനായിട്ട് നോക്കിയിട്ട് നമ്പർ എടുത്ത് വിളിച്ചു. അതെ, എന്നിട്ട് നമ്മൾ 1-2 വണ്ടികൾ നമ്മൾ നോക്കിയിരുന്നു. എല്ലാ സ്ഥലത്തും നമുക്ക് കാഠ്മണ്ഡുവിലേക്ക് ബസ് കിട്ടും. പൊക്കാറാണെങ്കിലും ലുംബിനി ആണെങ്കിലും എല്ലായിടത്തും നല്ല ആക്സസ് ഉള്ളൊരു, അതെ, ആക്സസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കാഠ്മണ്ഡു. ഒരാൾക്ക് 1000 നേപ്പാൾ മണി. ഓക്കെ, ബസ്സിന്. അപ്പൊ നമ്മള് അവരോട് ഫോട്ടോസൊക്കെ അയച്ചു തരാൻ പറഞ്ഞിരുന്നു ബസ്സിന്റെ. കാരണം എന്ന് പറഞ്ഞാല് കുറെ എത്ര മണിക്കൂറുണ്ട് ഏകദേശം? നേരെ രാവിലെ 6 മണി വരെ ഓടാനുള്ള ദൂരമുണ്ട്. ഇവിടുന്ന് ഒരു 8 മണിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബസ് തന്നെ. അതെ, നമ്മൾ സ്ലീപ്പർ ആയിരുന്നു ചൂസ് ചെയ്യുന്നത്. കാരണം ത്രൂ ഔട്ട് നമുക്ക് യാത്ര ചെയ്യാനുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, പിറ്റേന്ന് നമുക്ക് കാഠ്മണ്ഡു എക്സ്പ്ലോർ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഉറക്കം അത്യാവശ്യമായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറക്കം പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് തന്നെ സ്ലീപ്പർ എടുത്തു. രാത്രി പോകുന്നുണ്ട് തന്നെ അവിടുത്തെ റോഡുകളൊന്നും കറക്റ്റ് കണ്ടില്ല. അതെ, പക്ഷേ എന്താ അറിയോ, നേപ്പാളിൽ ത്രൂ ഔട്ട് റോഡ് വർക്ക്, നല്ല കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ആ ഒരു സമയമാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് ഇത്തിരി മോശമായിരുന്നു. അപ്പോൾ കമ്പാരബിളി നമ്മൾ സാധാരണ എത്തുന്ന സമയത്തേക്കാളും കൂടുതൽ സമയം എടുത്തിട്ടായിരുന്നു കാഠ്മണ്ഡുവിലേക്ക് എത്താൻ. അപ്പോൾ മോർണിംഗിലാണ് കാഠ്മണ്ഡു എത്തുന്നത്. കാഠ്മണ്ഡു എത്തിയ സമയത്ത് നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു മൊത്തത്തിൽ. വന്ന് ഇറങ്ങിയതാണല്ലോ, ഇവിടെ എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാൽ ലോക്കൽസിനോട് നമ്മൾ സംസാരിച്ച സമയത്ത് നമുക്ക് റൂംസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. റൂം എടുക്കണമല്ലോ, നമ്മളെ ബാക്കി വരുന്ന 2 ദിവസത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ റൂം നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂംസിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആൾക്കാർ പ്രിഫർ ചെയ്തിരുന്നത് ആ ബസ് സ്റ്റേഷൻ്റെ പേര് എന്ത് ചെയ്യുന്നു, കാബു ബസ് സ്റ്റേഷൻ്റെ അടുത്ത് റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ബഡ്ജറ്റായിട്ട് നമ്മൾ ആദ്യം കുറേ ഓൺലൈനായിട്ട് കുറേ റൂമുകൾ നോക്കിയിരുന്നു. ഓരോ നമ്പർ എടുത്ത് ഓരോരുത്തരും വിളിച്ചു അന്വേഷിച്ചു. അതെ, ഫോട്ടോസ് നോക്കി. ഓക്കെ, നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് അവസാനം ഏറ്റവും നല്ല പ്രിഫറൻസ് എന്നുള്ളത് ബാലൻ ഹോട്ടൽ അല്ലേ, ബാലൻ ഹോട്ടൽ അല്ലേ, അവസാനം ബാലൻ ഹോട്ടൽ ഗംഗാബു ബസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള അല്ലേ. നല്ല ആംബിയൻസ് ആയിരുന്നു. പിന്നെ നല്ല എന്താ പറയുക, ടാക്സി സ്റ്റാൻഡും ബസ് സ്റ്റേഷനും ഒക്കെ തൊട്ടടുത്താണ്. ഇത് യഥാർത്ഥത്തിൽ മറ്റേ ടൂറിസ്റ്റ് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലമല്ല കേട്ടോ, അവിടുത്തെ ലോക്കൽ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ലോക്കൽ ബസ് എടുത്താലാണോ നമുക്ക് ലോക്കൽ ഏരിയാസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. റൂമിന് ഏകദേശം 3000 രൂപ. 2 ദിവസത്തിന് ഏകദേശം നമുക്ക് 3000 രൂപയാണ് വന്നത്. പിന്നെ നമ്മൾ അവിടെ എത്തി നന്നായിട്ടൊന്ന് ഫ്രഷായി. കാരണം ത്രൂ ഔട്ട് രാത്രി ട്രാവൽ ചെയ്ത് വന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി ഫ്രഞ്ചിലേക്ക് കടന്നു അല്ലേ. നല്ല ഒരു റെസ്റ്റോറൻറ്റ് തപ്പി. അപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്, നമ്മളെ കയ്യിലുള്ള കാശ് ഏകദേശം നമ്മൾ തുടക്കത്തിലെടുത്ത കാശ് ഏകദേശം തീർന്നിരുന്നു. അപ്പോൾ നമ്മൾ ATM നോക്കാം എന്നുള്ള സ്വാഭാവിക രീതിയിൽ നമ്മൾ ATM തപ്പി ഇറങ്ങി. അങ്ങനെ മാറി അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നേപ്പാളിൽ നമ്മുടെ കാർഡുകളൊന്നും സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാല്, ഞാൻ ഓൾറെഡി ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഇവിടെ ബാങ്കിൽ പോയിട്ട് അവർ ചെയ്യാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അവരത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. വേറൊരു രാജ്യത്ത് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഈ പെട്ട സമയത്ത്, അതായത് എനേബിൾ ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ആദ്യം ചെയ്തത് അവിടെ ബാങ്ക് പോയി. അതായത് ഇനി നേപ്പാളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കഴിവതും SBIന്റെ കാർഡുകൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ SBIയിൽ അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കും നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ നേപ്പാളിൽ SBI ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ കേസ് നമ്മളെ കാർഡ് വഴി നമുക്ക് കാശ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ബാങ്കിൽ ബൈ ട്രാൻസാക്ഷൻ പോയിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ പോയിട്ട് അവരോട്, അതായത് നമ്മളെ യോനോ ആപ്ലിക്കേഷനിലായി ചെയ്യാം. ഞാൻ എയർടെലിൻ്റെ സിം ഉള്ളതുകൊണ്ട് അത് വർക്കിംഗ് ആയിരുന്നു. എന്നിട്ട് യോനോ ആപ്പ് വഴി അവർ അത് ചെയ്തു തന്നു, എനേബിൾ ചെയ്ത് തന്നു. എന്നിട്ടാണ് നമുക്ക് പിന്നെ പൈസ എടുക്കാൻ. അല്ലെങ്കിൽ നമ്മളവിടെ പെട്ടുപോയ അവസ്ഥയായിരുന്നു. ആരോടും ചോദിക്കാനും പറ്റില്ല. നമുക്ക്
മണി നമ്മളെ അക്കൗണ്ടിൽ കാശ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയട്ടെ. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, പേടിഎം വഴി. ലാസ്റ്റ് ഒരു ഓപ്ഷൻ പറഞ്ഞാല് പേടിഎം വഴി അവർക്ക് കാശ് അയച്ചിട്ട് അവരുടെ ലിക്വിഡ് ആയിട്ട് കാശ് വാങ്ങിക്കാം. അതായിരുന്നു വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആകെ ടെൻഷനായിപ്പോയി. ഞാൻ ആകെ എന്താ പറയാ, ആകെ കുറച്ച് കാശ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. റിട്ടേൺ ഒരാളുടെ കാശൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അതായത് കൂടുതൽ നമ്മൾ കയ്യിൽ എടുത്ത് വെക്കേണ്ട, ലിക്വിഡ് മണി കയ്യിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എടുത്ത് വെക്കേണ്ട വിചാരിച്ചിട്ടാണ് നമ്മൾ. അതെ, അതായത് ആവശ്യമായിട്ടുള്ള പൈസ നമ്മൾ എടുത്തേക്കും വേണം. അപ്പൊ അത് നമ്മൾ ഗവൺമെന്റ് ഒന്ന് ബുദ്ധിമുട്ടായി ചെയ്ത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ SBI ആണ് നമ്മളെ രക്ഷിച്ചത്. ഇല്ല, SBI ഉള്ളതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അതെ, നമുക്ക് ചാർജ് വന്നു ഓരോ ട്രാൻസാക്ഷൻ നമുക്കൊരു 600 രൂപയോളം ചാർജസ് വന്നു. അതെ, ട്രാൻസാക്ഷൻ ഓരോ ട്രാൻസാക്ഷനും മിനിമം ഇന്ത്യൻ മണി 300 രൂപ 350 രൂപ അങ്ങനത്തെ വന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. അതിനുശേഷം നമ്മൾ അന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോകുന്നത് ചന്ദ്രഗിരി ഹിൽസ്. അവിടെ എന്താ പ്രത്യേകത? കേബിൾ കാർ. നീ തന്നെ പറയണത്, നീ തന്നെ പറയണോ? കേബിൾ കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുൽമാർഗിൽ നമ്മൾ കേബിൾ കാർ ഉണ്ട് അല്ലേ. നമ്മൾ ലാസ്റ്റ് ട്രിപ്പിൽ നമ്മൾ ഗുൽമാർഗ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുൽമാർഗ് phase 1 phase 2 നമുക്കറിയാമല്ലോ, കേബിൾ കാർ വഴി പോകും. ഇതിൻ്റെ ചന്ദ്രഗിരി ഹിൽസിൻ്റെ ഹൈറ്റ് ഏകദേശം 2500 മീറ്ററാണ് അല്ലേ? അതെ, ഏകദേശം അത്രയാണ്. ഗുൽമാർഗ് phase 1 ഏകദേശം അതേ ഉയരം തന്നെയാണ്. പക്ഷേ ഇത് ഗുൽമാർഗത്തെ വഴി എന്താ പറയുക, ഒരു അതിനേക്കാൾ സ്റ്റീപ്പാണ്. അതാണ് ഗുൽമാർഗ് കുറച്ച് പരന്നിട്ടാണ് കയറി പോകുന്നത് അല്ലേ? പക്ഷേ ഈ ചന്ദ്രഗിരി ഹിൽസിലെ കേബിൾ കാർ ഭയങ്കര സ്റ്റീപ്പാണ്. അപ്പം നമ്മളെ കാറിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് കാഠ്മണ്ഡു സിറ്റി മൊത്തം നമുക്ക് ഓരോ സ്റ്റെപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ സ്റ്റീപ്പായിട്ട് കയറി പോകുന്നു. ഓരോ പോസ്റ്റുകൾ വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ കുന്ന് മലയാണ് കേട്ടോ, അടുത്ത മലയിലാണ്. ഇത് നല്ല പച്ചപ്പാട്ടോ, അടിയിലൊക്കെ നോക്കുമ്പോൾ നല്ല പച്ചപ്പ്, നല്ല കൊക്ക, നല്ല ഉള്ള സ്ഥലമാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട്. ഇതാ ഇരുന്ന് കരഞ്ഞ ആൾക്കാരെ കൂടെ ഉണ്ട്. അതെ, അതിൻ്റെ ഇടയിലൊക്കെ പൊട്ടിച്ചാടി കഴിഞ്ഞാൽ അവിടെ കിടക്കാം, വേറെ ഓപ്ഷനൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ചൈനയാണ് കേട്ടോ, ചൈനീസ് കൺസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞത്. പിന്നെ അപ്പോൾ ചൈനയും മറ്റേ നേപ്പാളിൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നല്ലൊരു ക്ലൈമറ്റ്, നല്ല ക്ലൈമറ്റ് എന്താ വെച്ചാൽ താഴെ കാണുന്ന കാരണം 2500 മീറ്റർ ഉയരത്തിലേക്ക് നമ്മൾ ഒറ്റയടി കയറണല്ലോ. അപ്പോൾ ക്ലൈമറ്റ് സ്വാഭാവികമായിട്ട് മാറുന്നതാണ്. അതെ. അപ്പോൾ നമ്മൾ ചൈനക്കാരെ കുറ്റം പറയാൻ പാടില്ല തോന്നിപ്പോ അവിടെ. കാരണം വെച്ചാൽ അവിടെ നല്ല വ്യൂ ആണ് അല്ലേ. പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട്. നേപ്പാളിലെ തന്നെ ഏറ്റവും വലിയ സിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ, ഹയസ്റ്റ് സിപ്പ് ലൈൻ എന്നാണ് പറഞ്ഞത്, 2500. പിന്നെ അവിടെ മേലെ കയറി കഴിഞ്ഞാൽ ഒരു ടെമ്പിൾ അല്ലേ. ടെമ്പിളാണ് മെയിനായിട്ട് അവിടെ ഉള്ളത്. ടെമ്പിളിൻ്റെ പേര് ഇതാണ്. അതുണ്ട് എവറസ്റ്റും അതേപോലെ തന്നെ അവിടെ ഉള്ള മറ്റ് മൗണ്ടൈൻസ് ഉണ്ട്. അതിലിപ്പോൾ പറയുന്നത് ഒന്ന് ഗണേഷ് ഹിമാലയ പറയുന്നുണ്ട്, പിന്നെ ലാങ്ടാങ് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു പനോരമിക് വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ടെമ്പിളിന്റെ പേര് ബലേശ്വർ മഹാദേവ്. അതൊരു ടെമ്പിളാണ്, ഒരു ശിവ ടെമ്പിളാണ്. അത് അവിടുന്ന് കാണാൻ പറ്റും. പെട്ടെന്ന് ഭയങ്കര ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. പിന്നെ ഭയങ്കരമായിട്ട് കോട മൂടി അല്ലേ. നമ്മൾ കയറുന്ന സമയത്ത് താഴത്തെ വ്യൂ ഒക്കെ കാണാൻ പറ്റി. അതായത് പിന്നെ ഒരു വ്യൂ ഇല്ല. മേലെ എത്തി കഴിഞ്ഞ സമയത്ത് ഒരു വ്യൂ അതെ. പിന്നെ അതെ, നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ഓക്കെ, അപ്പോൾ അത് പോകുന്നതിന് മുമ്പ് നമ്മൾ മറ്റേ കാഠ്മണ്ഡുന്ന് ബൈ 2 ബസ് കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ പതാവാപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ടാക്സി ഉപയോഗിച്ചിട്ട്, മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സി ഉപയോഗിച്ച്, അതായത് നമ്മൾ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ മുകളിലേക്ക് പിന്നെ വണ്ടികൾ പറഞ്ഞാൽ ഒന്നെങ്കിൽ ടാക്സി വിളിക്കണം, നടക്കാൻ നമുക്ക് കുറച്ച് ദൂരമാണ്. അതെ, അപ്പോൾ നമ്മൾ ഈ പത്താവ് ഉപയോഗിച്ചിട്ട് ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയും. എന്നിട്ട് അത് അങ്ങനെയാണ് നമ്മൾ മുകളിലേക്ക് എത്തുക. അതെ, പിന്നെ അത് കണ്ടിറങ്ങി നല്ല അടിയിലൊരു നല്ല റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ കോഫിയൊക്കെ കഴിക്കാം അല്ലേ. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരാം. നല്ല ഫോട്ടോജനിക് ആട്ടോ, മുകളിലായാലും താഴെയായാലും ഒക്കെ. എന്താ വെച്ചാൽ മുകളിലും താഴെയൊക്കെ അവിടെ അവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര മാർവൽ തന്നെ പറയാം. അത്രയും വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാനുണ്ട് കേട്ടോ. അത് ചൈന ചെയ്തുകൊണ്ട് പറയല്ല, പക്ഷെ ചെയ്ത് നല്ലത് നമ്മൾ നല്ലതെന്ന് തന്നെ പറയണമല്ലോ അല്ലേ.
ക്യാമറ കൊണ്ട് പോകണവർക്ക് അതെ, നല്ല പൊളിക്കാൻ പറ്റും. ക്യാമറ ആയിട്ട് പോയി കഴിഞ്ഞാൽ പൊളിക്കാൻ പറ്റുന്ന സ്ഥലം. നമുക്ക് അവിടുന്ന് ടാക്സി അവിടെ തന്നെ നമ്മൾ അവിടെ തന്നെ ടാക്സി ഉണ്ടാവും, ഒന്നെങ്കിൽ അവരോട് നോക്കി റേറ്റ് എത്രയായിരുന്നു അതെ, എപ്പോഴും അവിടെ ട്രാവൽ ചെയ്യുമ്പം നമുക്ക് എപ്പോഴും പത്താവോ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എന്നിട്ട് ചൂസ് ചെയ്യുന്നതിൽ ഉണ്ടാകും. പത്താവോ ചൂസ് ചെയ്ത് നമ്മളവിടുന്ന് ടാക്സി എടുത്തു നേരെ പിന്നെ നമ്മൾ പോകുന്നത് തമിഴ് അല്ലേ? തിരിച്ച് നമ്മൾ വീണ്ടും കാഠ്മണ്ഡുവിലേക്ക് വരികയാണ്. കാഠ്മണ്ഡുവിലെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് തമിഴ്. നമ്മൾ നേരത്തെ പൊക്കാറ പറഞ്ഞ പോലെ തന്നെ അടിപൊളി കിട്ടില്ല സ്ഥലമാണ് തമിഴ്. ഷോപ്പിംഗ് ആണ്, നൈറ്റ് ലൈഫ് ഉണ്ട്, പിന്നെ എല്ലാം ഉണ്ട്, എല്ലാം അടിപൊളിയാണ്, എല്ലാം മിഠായി. അതെ, ഇനി വേറെ സത്യം കൂടി പറയട്ടെ. നമ്മുടെ ഇന്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള ദ നോർത്ത് ഫേസ്, കൊളംബിയ, പാറ്റഗോണിയ, ജാൻസ്പോർട്ട്, ഇതിൻ്റെ എല്ലാം പിന്നെ ഔട്ട്ലെറ്റ് ഉള്ള ഒരു ഏരിയയാണ് തമിഴ്. കാരണം നമുക്കറിയാം വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രക്കേഴ്സ് വരുന്നത് അല്ലെങ്കിൽ മൗണ്ടനേഴ്സ് വരുന്ന സ്ഥലമാണ് അത്. യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒന്നല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലും അല്ല, അത് നേപ്പാളിലാണ്. കാരണം എവറസ്റ്റും അന്നപൂർണയും എല്ലാം ഉള്ളത് നേപ്പാളിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ട്രക്കിംഗ് ആക്സസറീസ് കിട്ടുന്നത് ഇവിടെയാണ്. അത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. ഈവൻ ഡൽഹിയിലേക്കാളും റേറ്റ് കുറവാണ് അവിടെ. പലതാണ് ഞാൻ അന്വേഷിച്ചിരുന്നു. ഡൽഹിയിലുള്ള എക്യുപ്മെൻസിനേക്കാളും ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല ഫസ്റ്റ് കോപ്പി കിട്ടുന്നതും നമ്മുടെ തമിഴിലാണ്. ഏത് ബ്രാൻഡ്, ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിക്കോട്ടെ, അതിൻ്റെ ഫസ്റ്റ് കോപ്പി ഏറ്റവും നല്ല ക്വാളിറ്റി സാധനം കിട്ടും. തമിഴ് ഒരു ഷോപ്പിംഗ് ഹബ്ബ് തന്നെ പറയാം. എന്ത് സാധനം നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് മറ്റേ നേപ്പാൾ പോയ നേപ്പാളിലെ സുവനിയർ ആയിട്ടുള്ള ടിബറ്റൻ ഫ്ലാഗ് അല്ലേ, പിന്നെ മെഡിറ്റേഷൻ ബൗള്, പിന്നെ അവിടെ മറ്റേ നമ്മളെ കുക്കറി കത്തി, നേപ്പാളി കത്തി ഫ്ലാഗ്, അതാണ് ടിബറ്റൻ ഫ്ലാഗ് എന്ന് പറഞ്ഞു. ഓക്കെ, അതെ. പിന്നെ സ്റ്റോൺസ്, പല കളർഫുൾ ആയിട്ടുള്ള സ്റ്റോൺസ്, അതെ, അങ്ങനെയുള്ള. പിന്നെ സ്ലേറ്റിൽ വർക്ക് ചെയ്യുന്ന അല്ലേ, എംബ്രോയിഡറീസ്, അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം നല്ല അടിപൊളിയാണ്. ശരിക്കും തമിഴിൽ നമുക്ക് രാത്രി ത്രൂ ഔട്ട് ഒരു വണ്ടിയും വേണ്ട, നമുക്ക് വെറുതെ നടന്ന് കാണാൻ പറ്റുന്ന അത്രയും തമിഴിലുണ്ട്. തമിഴിൽ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചതല്ലോ. ഫുഡ് അവിടെ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടി. നല്ല നമ്മളെ ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കാൻ പറ്റും കഴിച്ചത്. പിന്നെ നമ്മൾ രാത്രി ടാക്സി എടുത്തിട്ട് അവിടെ നിന്ന് ഏകദേശം നമ്മളെ റൂമിലേക്ക് ഏകദേശം 5 കിലോമീറ്ററോ അങ്ങനെ ദൂരം തൊട്ട് അത്രേ ഉള്ളൂ. അതെ, അങ്ങനെ നമ്മൾ റൂമിലേക്ക് വന്നു. നന്നായിട്ടൊന്ന് പിറ്റേ ദിവസം നന്നായിട്ട് ഉറങ്ങി അല്ലേ, നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. പിറ്റേ ദിവസം നമ്മൾ പോകുന്നത് ടെമ്പിൾ വൈബിലേക്കാണ്. നേപ്പാളിൽ കാഠ്മണ്ഡു എന്ന് പറയുമ്പോൾ തന്നെ ടെമ്പിൾ വൈബാണ്. ടെമ്പിൾസിൻ്റെ ഒരു സിറ്റിയാണ് കാഠ്മണ്ഡു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പശുപതിനാഥ്, പിന്നെ സ്വയംഭൂനാഥ് അല്ലേ. ഒരിക്കലും നമ്മൾ കാഠ്മണ്ഡു പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലാണ് ഒന്ന് പശുപതിനാഥ്. പശുപതിനാഥ് നമുക്കറിയാലോ, ശിവ ടെമ്പിളാണ്. പിന്നെ പശുപതിനാഥ് പറഞ്ഞാൽ നന്ദീൻ്റെ വലിയൊരു വിഗ്രഹം ഉണ്ട്. അത് മാത്രമല്ല ഒരു വാരാണസിൻ്റെ മിനിയേച്ചറാണ് പശുപതിനാഥ്. കാരണം അവിടെ നമ്മുടെ ബോഡി ദഹിപ്പിക്കുന്ന സംഭവങ്ങൾ ക്രിമേഷൻ നടക്കുന്നുണ്ട്. മറ്റേ നമ്മളെ ഗംഗയാണെങ്കിൽ അവിടെ ബാഗ്മതി റിവറിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ക്രിമേഷൻ നടക്കുന്നത്. എന്നിട്ട് നമ്മളെ ഗംഗയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബോഡി അതിൽ ഡിപ്പ് ചെയ്യുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ ഗംഗയിലൊക്കെ നമ്മൾ മരമുട്ടികളൊക്കെ വെച്ചിട്ടാണ് കത്തിക്കുന്നത്. പക്ഷേ നേപ്പാളിൽ കത്തിക്കുന്നത് എങ്ങനെ അറിയും? അങ്ങനെയാണ് വൈക്കോലില്ലേ, വൈക്കോലിൽ വെച്ചിട്ടാണ് ആളെ ക്രിമേഷൻ ചെയ്യുന്നത്, കത്തിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഡെഡ് ബോഡി മറ്റേ കത്തിക്കഴിഞ്ഞ ശരീരഭാഗങ്ങൾ എടുത്തിട്ട് ബാഗ്മതിയിലേക്ക് ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാഗ്മതി വളരെ പൊല്യൂട്ടഡാണ്, ഒരു വൃത്തിയില്ല. നമ്മുടെ ഞങ്ങൾക്ക് അത് വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര പ്യുവറാണ്. എന്താ വെച്ചാൽ ഇത് കറുത്ത നിറത്തിലുള്ള വെള്ളമാണ്. ഓൾറെഡി ചെറിയ റിവറാണ്, വലിയ വീതിയൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ വലിയൊരു എന്താ പറയുക, ഒരു കനാലിൻ്റെ ഒക്കെ വീതിയുള്ളൂ അല്ലേ ഏകദേശം. പിന്നെ ഭയങ്കര റിലീജിയസ് ആട്ടോ. നമ്മളിപ്പം സത്യം പറയുകയാണെങ്കിൽ ആ ക്രിമേഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഓരത്ത് നമുക്ക് സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ ഗംഗയിലൊക്കെ വാരണാസിയിലൊക്കെ പോയിരിക്കുന്ന അതേ അല്ലേ, മണികർണികാട്ടിലൊക്കെ പോയിരിക്കുന്ന അതേ ഫീലാണ്. കാരണം എന്ന് വെച്ചാൽ ലൈഫിൻ്റെ പല സ്റ്റേജസ് നമ്മളവിടെ കാണും. ഒന്ന് നമ്മൾ ജീവനുള്ള മനുഷ്യന്മാരെ കാണും, അതേസമയം കത്തിക്കുന്ന ഡെഡ് ബോഡീസ് കത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ മനുഷ്യൻ എത്ര ഉള്ളൂ എന്നൊക്കെ നമുക്ക് അവിടെ SGK പറഞ്ഞ പോലെ അല്ലേ,
അത്രേ ഉള്ളൂ. മനുഷ്യൻ്റെ ഓരോ അവസ്ഥകൾ നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതൊരു അനുഭവമാണ് അവിടെ പശുനാഥിൽ. നല്ല ഏരിയ ഉണ്ട്. ഈ പശുപതിനാഥിന്റെ മേലോട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മളെ ശരിക്ക് സത്യം പറയുകയാണെങ്കിൽ നമ്മളെ യോധ മൂവിയില്ലേ, ലാലേട്ടൻ്റെ യോധ മൂവിയിലുള്ള ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും പശുപതിനാഥിന്റെ മേലോട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ സ്വയംഭൂനാഥ് വേറെ വരുന്നുണ്ട്. അതാണ് മെയിൻ. പശുപതിനാഥൊക്കെ പിന്നെ എന്താ അറിയോ, നമ്മളിങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യാം, അതന്നെ അത്രയും പറയാനുള്ളൂ. നമ്മളെ രുദ്രാക്ഷം, അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രുദ്രാക്ഷം ഉണ്ടാക്കുന്ന ഒരു പ്രദേശമാണ് നേപ്പാള്. അപ്പോൾ ഈ ശിവഭക്തന്മാർ ഏറ്റവും കൂടുതലുള്ള സ്ഥലം കൂടിയാണല്ലോ. സത്യം പറയുകയാണെങ്കിൽ ഈ വിഷ്ണു ടെമ്പിൾസ് വളരെ കുറവാണ് അവിടെ. ശിവ ടെമ്പിൾസ് ആണ് ഏറ്റവും കൂടുതൽ അവിടെ. ശിവഭക്തന്മാരാണ് അവിടെ ഏറ്റവും കൂടുതൽ. അപ്പോൾ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് രുദ്രാക്ഷം തന്നെ പല മോഡലുണ്ട്, പല റേറ്റിലുണ്ട്. ചെറുതുണ്ട്, വലുതുണ്ട്, പല മുഖങ്ങളുണ്ട്. ഞാനൊരു റയർ ആയിട്ടുള്ളൊരു സാധനം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. 21 മുഖങ്ങളുണ്ട്. അത് ഏറ്റവും റയറാണ്, നല്ല കോസ്റ്റ്ലിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ അതിന് ഭയങ്കര റേറ്റ് ആയിരിക്കും. അവിടെ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ അത് വാങ്ങാൻ പറ്റും. നമ്മൾ മാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നാട്ടിൽ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ബിസിനസ് വരെ ചെയ്യാൻ പറ്റും. അത്രത്തോളം കുറവാണ്. പിന്നെ നമ്മളൊരു ഇന്ത്യൻ അല്ലേ, ബീഹാറി ആയിട്ടുള്ള ആളെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെ നമുക്ക് ചെയ്തു തന്നിട്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. ഫുഡ് കഴിച്ചു. പിന്നെ സ്വയംഭൂനാഥിലേക്കാണ് പോകുന്നത്. സ്വയംഭൂനാഥ് എന്ന് പറയുമ്പോൾ യോധ മൂവി. നീ എന്താടാ കത്തി വേഷത്തിലൊക്കെ വന്ന് പറഞ്ഞില്ല, സ്റ്റെപ്പ് ജഗതി വരുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാണ് കറുപ്പ്. റഹ്മാന്റെ മറ്റേ BGM കൂടെ സെറ്റ് ആവും അല്ലേ? അതെ, അവിടെ വെച്ചിട്ടാണ് സ്വയംഭൂനാഥിലെ ആ സ്റ്റെപ്പിൽ വെച്ചിട്ടാണ് യോധന്റെ മിക്കവാറും നല്ല സീനുകളൊക്കെ, ആ കോമഡി സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ബൈ സ്റ്റെപ്പ് കയറി പോകാം, ബൈ റോഡ് പോവാം. ബൈ സ്റ്റെപ്പ് കയറി പോയാൽ മിക്കവാറും നമ്മൾ ചാവും, അത്രയും സ്റ്റീപ്പാണ്. അപ്പൊ ഏറ്റവും നല്ലത് പോകുമ്പോ നേരെ മുകളിലേക്ക് പോയിട്ട് ഇറങ്ങുന്നത് നമ്മള് സ്റ്റെപ്പ് വഴി ഇറങ്ങാം, അതായിരിക്കും നന്നായിരിക്കുക. പിന്നെ നമ്മളവിടെ വർക്കൗട്ടിന് വരുന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ, ഒരുപാട് ആൾക്കാർ വർക്കൗട്ടിന് വരുന്നുണ്ട്. അത് നല്ലൊരു വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. അത്രയും സ്റ്റീപ്പില് കയറി പറഞ്ഞാല് ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ കുറെ ഷോപ്പുകളുണ്ട്. സ്വയംഭൂനാഥ് ഒരു എന്താ പറയുക, മിക്സ്ഡ് ആട്ടോ. അതായത് ഒരു ഹിന്ദു അതേപോലെ തന്നെ ഒരു ബുദ്ധിസ്റ്റ് രണ്ടും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ടെമ്പിളാണ്. അപ്പോൾ അവിടെ ബുദ്ധ ഭിക്ഷുക്കളെ കാണാം, പിന്നെ ഹിന്ദു ഡയറ്റീസിനെ കാണാം, എല്ലാം ഉണ്ട് അവിടെ. പിന്നെ പ്രയർ വീൽസ് നമുക്ക് റീൽസിലൊക്കെ കാണുന്ന പ്രയർ വീൽസ്, ഇങ്ങനെ കറക്കുന്ന പ്രയർ വീൽസ് ഒരുപാട് അതിനെ ചുറ്റിലും ഉണ്ട്. പിന്നെ കാഠ്മണ്ഡു സിറ്റിൻ്റെ ഒരു ഏരിയൽ വ്യൂ കാണണമെങ്കിൽ അത് സ്വയംഭൂനാഥ് തന്നെ പോകണം. സ്വയംഭൂനാഥ് നിന്നാണ് ഏറ്റവും നല്ല വ്യൂ കിട്ടുക. 360 തന്നെ പറയാം. അതിൻ്റെ മൊത്തം വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഫുഡൊക്കെ നമ്മൾ കരുതിയിട്ടില്ലെങ്കിൽ നല്ല നമ്മളെ ബാഗ് വരെ അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഫുഡായിട്ട് അതിൽ നടക്കാതിരിക്കുക, പ്രത്യേകിച്ച് താഴോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കണം. പിന്നെ സ്വയംഭൂനാഥ് ഒരു മസ്റ്റ് വിസിറ്റാണ്, ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല. അത്രയും ഫുഡ് കോർട്ടുകൾ ഒരുപാടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ സ്വയംഭൂനാഥൊക്കെ പറഞ്ഞാൽ ഒരിക്കലും എന്താ പറയുക, നമുക്ക് നേപ്പാളിൻ്റെ ഒരു എന്താ പറയുക ഐക്കോണിക് ആയിട്ടുള്ള പ്ലേസസ് ആണ് ഈ സ്വയംഭൂനാഥ്, പശുപതിനാഥ്. ഇതൊക്കെ പോകാത്ത പോലെ അതെ, ഗൂഗിൾ ചെയ്താൽ തന്നെ കാണുന്നത് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് ഒരിക്കലും മിസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അതിന് ശേഷം താഴോട്ട് ഇറങ്ങി യാക്കിൻ്റെ മോമോസ് കഴിക്കുന്നത്. യാക്കിൻ്റെ മോമോസ് അടിപൊളിയാണ്. അപ്പം അവിടുത്തെ ലോക്കൽ സ്ട്രീറ്റിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ ലോക്കൽ എന്താ പറയുക സ്വീറ്റ്സൊക്കെ കഴിച്ചു നോക്കി. നല്ല നമ്മളെ നാട്ടിലെ പോലെയല്ല, നോർത്ത് ഇന്ത്യക്കാരെ പോലെ കേട്ടോ. അത് ഭയങ്കര മധുരമാണ്. നമുക്ക് ചിലപ്പോൾ തലക്കൊക്കെ ഒരുമാതിരി കറക്കം വരും. അത്രയും മധുരമുള്ള പലഹാരങ്ങളാണ് അവർ കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ അന്ന് രാത്രി മൊത്തത്തിൽ തമിഴിൽ വീണ്ടും ഒന്ന് കറങ്ങി. ഷോപ്പിങ്ങിനായിട്ട് നന്നായിട്ട് ഷോപ്പ് ചെയ്തിട്ടുണ്ട് തമിഴിൽ നിന്ന്. നല്ല റേറ്റ്, അതെ,
തമിഴിൽ നല്ല എക്സ്പെൻസീവ് ആണ്, അതേപോലെ തന്നെ നമുക്ക് ലോ പ്രൈസിലും അത് രണ്ടും കിട്ടുന്ന സ്ഥലത്താണ്. പിന്നെ നമ്മൾ എല്ലാവരും എൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ കാഠ്മണ്ഡുവിലായിരിക്കും ട്രിപ്പ് എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഷോപ്പിംഗ് എല്ലാവരും ചെയ്യുന്നത് മിക്കവാറും ഈ തമിഴിലാണ്. പിന്നീട് നമ്മൾ രാത്രി തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഓക്കെ, പിറ്റേ ദിവസമാണ് നമ്മൾ റിട്ടേൺ വരുന്നത്. റിട്ടേൺ നമ്മൾ അതൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഓൾറെഡി നമ്മൾ റിസർവ് ചെയ്തുകൊണ്ട് നമുക്ക് അന്ന് തന്നെ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് തിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ട്രെയിൻ കിട്ടുള്ളൂ. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ നമ്മൾ എണീറ്റപ്പോൾ വൈകി. കാരണം എന്ന് പറഞ്ഞാൽ കാഠ്മണ്ഡുന്ന് പിന്നെ നമ്മൾ പോകുന്ന റെക്സോൾ വഴിയാണ്. അതായത് ബീഹാറിലെ റെക്സോളിലേക്കുള്ള ബസ്സുകൾ മൊത്തം 7 മണിക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. അതായത് പകൽ സമയത്തില്ല സത്യം പറയുകയാണെങ്കിൽ. അതായത് കാഠ്മണ്ഡുന്ന് എവിടെ നേപ്പാളിൽ പൊതുവെ എവിടെ പോയാലും ബസ് റൂട്ടുകളൊക്കെ രാത്രിയിലാണ്. അതായത് ദൂരം കൂടുതലുള്ളതുകൊണ്ടേ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. രാവിലെ ഏർലി മോർണിംഗിലാണ് സ്റ്റാർട്ട് ചെയ്യാം. അതെ, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മിസ്സായി. അത് നല്ലൊരു മിസ്സായി എന്ന് പറഞ്ഞാൽ പിന്നെ ടാക്സിയോ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ടാക്സി ആണെങ്കിൽ ഭയങ്കര ചാർജും. അതെ, പിന്നെ നമ്മൾ ഒരുപാട് അന്വേഷിച്ചു എന്താ ചെയ്യാന്ന്, രാത്രി പോകേണ്ടി വരുമോ എന്നുള്ള അവസ്ഥ നമ്മൾ ചിന്തിച്ചിരുന്നു. അവിടെ സ്റ്റേ ചെയ്യണോന്നൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നേരിട്ടിരുന്നു. പിന്നെ നമ്മളൊരു ടാക്സിക്കാരനെ നമുക്ക് കിട്ടി. അപ്പോൾ അയാൾ പറഞ്ഞ് കലംകി എന്ന് പറഞ്ഞ സ്ഥലത്ത്, കലംകിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് സുമോ ടാക്സികൾ ഇന്ത്യൻ ബോർഡറിലേക്ക് പോകുന്നുണ്ട്. അത് നമുക്ക് റെന്റിനെടുത്ത് പോകാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡ്രൈവർ നമുക്ക് എന്ത് ചെയ്തു, നല്ല ഉപകാരം ചെയ്തു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ അയാൾ നമ്മളെ അവിടെ കൊണ്ടുപോയിട്ട് അയാൾ ഒരു ഫിക്സഡ് റേറ്റ് ആ ടാക്സിക്കാരോട് പറഞ്ഞ് ആ ഫിക്സഡ് റേറ്റ് കൊടുപ്പിച്ചിട്ടാണ് നമ്മളെ അവിടുന്ന് ചെറുപ്പക്കാരൻ തന്നെ. അപ്പൊ എല്ലാവരും അയാള് ബോർഡർ ടൗണിലേക്ക് വരാന്ന് പറഞ്ഞു. ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ. പക്ഷേ അതെ അപ്പൊ എല്ലാരും നോട്ട് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കലങ്കി. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കാഠ്മണ്ഡുവിൽ ബസ് കിട്ടാത്തതുകൊണ്ട് എല്ലാവരോടും അന്വേഷിച്ചു, പോലീസുകാരോട് വരെ അന്വേഷിച്ചു. അപ്പൊ അവരൊന്നും ഈ സംഭവം പറഞ്ഞില്ല. അതെ, അപ്പം ചെയ്യേണ്ടത് കാഠ്മണ്ഡുന്ന് ഡയറക്റ്റ് കലംകിയിലേക്ക് പോയിട്ട് അവിടുന്ന് നമുക്ക് ഷെയർ ടാക്സി എടുക്കുക. കലംകിയിലേക്ക് ഷെയർ ടാക്സി എടുത്ത് പോവുക. എന്നിട്ട് കലംകി ചെന്നിട്ട് നല്ലോണം ബാർഗൈൻ ചെയ്യണം. നല്ല ചാമ്പലായിരിക്കും അവിടെ. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് നേരാക്കും. അപ്പൊ അവിടുന്ന് അതെ, നമ്മളെ വണ്ടിയില് അവര് സുമോ ഉണ്ടാകും. അപ്പം ഞങ്ങൾ 4 പേരാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അത്രയും എന്താ പറയാ, അതായത് ഒരു വണ്ടിക്ക് ഇത്ര റേറ്റ് ആണ്, ഫിക്സഡ് വണ്ടിന്റെ റേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഒരാളാണെങ്കിലും 2 ആണെങ്കിലും 8 ആളാണെങ്കിലും ആ റേറ്റ് ആണ്. അതെ, അപ്പൊ നമ്മൾ ആദ്യം പേ ചെയ്യണം. പേ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ വേറെ ആളെ കയറ്റും, അയാളുടെ അടുത്ത് പൈസ വാങ്ങും. അതെ, അപ്പൊ നമ്മൾ ആദ്യം അവരോട് പറയണം വഴിന്ന് വേറെ ആരെയും കേട്ടരുത്. അതെ, നമ്മൾ ആദ്യം തന്നെ ഓൾറെഡി പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇത്രയും ലോങ് ആയതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് പോവാന്നുള്ള രീതിയിൽ നമ്മൾ വേറെ ആരെയും ഇനി കേട്ടരുത്, ഫുൾ എമൗണ്ട് നമ്മൾ തന്നോളാന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിച്ചു. അത് മാത്രമല്ല, നമ്മൾ മറ്റേ എന്താ വെച്ചാൽ ഇത് സാധാരണ ബസ് പോകുന്ന റൂട്ടല്ല. അതെ, സുമോ മാത്രം പോകുന്ന റൂട്ടാണ്. അതൊരു ഒന്നൊന്നര റൂട്ടാണ്. കിട്ടില്ല റൂട്ട് എന്ന് തന്നെ പറയാം. കാരണം വെച്ചാല് നല്ല കാഴ്ചകളുള്ള നല്ല ഫോറസ്റ്റ് ഏരിയ കൂടെ ഗ്രാമീണമാണെങ്കിൽ അതന്നെ എടുക്കണം. നല്ല ഓഫ് റോഡാണ്. നമ്മൾ കേറിയ ഹോട്ടലും അടിപൊളി, നല്ല ഹോട്ടൽ. അതെ അതെ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇത് യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഇത് കാഠ്മണ്ഡുവിന്റെ മേലോട്ട് കയറി പോവാണ്. മേലോട്ട് കയറുമ്പോൾ ഒരു ഏരിയൽ വ്യൂ, കറക്റ്റ് ഏരിയൽ വ്യൂ നമുക്ക് ഈ യാത്രയിൽ കിട്ടുന്നുണ്ട്. ത്രൂ ഔട്ട് കാഠ്മണ്ഡു പരന്ന് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും, സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന. അത് ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ച. നല്ലൊരു ഫോറസ്റ്റ് ഏരിയ കൂടെ അതിലൂടെ പോകുന്നത്. ചെറുതായിട്ടൊരു മഴ, പൊടിമഴയൊക്കെ ഉണ്ടായി അല്ലേ. പോകുന്ന വഴിയിൽ നമുക്ക് മറ്റൊരു അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഒരു ഓർഗാനിക് ഫ്രൂട്ടുകളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ടല്ലേ. അല്ല, നമ്മൾ കഴിക്കാത്തൊരു ഫ്രൂട്ട്. ഞാൻ ആദ്യമായിട്ട് ആ ഫ്രൂട്ട് കഴിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഐറ്റം ഓർഗാനിക്കാന്ന് അവർ പറഞ്ഞു കേട്ടോ. അത് വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള ഗ്രാമീണമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലൂടെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രീം ആയിട്ടുള്ള റോഡുകൾ വന്ന് അല്ലേ. ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള റോഡുകളായിരുന്നു പിന്നെ വന്നത്. മറ്റേ പാസുകൾ പോലെ വലിയ ചുരങ്ങളൊക്കെ വന്നു, വലിയ ചുരങ്ങളൊക്കെ വന്ന്
പകലായതുകൊണ്ട് തന്നെ അതിന്റെ ഭീകരത നമുക്ക് ശരിക്കും മനസ്സിലാവും. ഒരുപാട് സംഭവങ്ങൾ നമ്മളെ പുറകിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ അതെ അതെ റെക്സോൾ ബോർഡിലേക്ക് അതെ, ഒരുപാട് വണ്ടികൾ ബോർഡറിലേക്ക് വരുന്നത്. ബോർഡറിന്റെ പേര് റക്സോൾ അല്ല കേട്ടോ, ബോർഡറിന്റെ പേര് ബിർഗുഞ്ച്. അത് നേപ്പാൾ സൈഡിൽ പറയുന്നത് ബിർഗുഞ്ച്. നമ്മളെ ഇന്ത്യൻ സൈഡ് വേറെ റക്സോൾ എന്ന് പറയും. ഈ നേരത്തെ പറഞ്ഞ പർസ നാഷണൽ പാർക്ക് കൂടെ വരുന്നത്. അപ്പോൾ ആ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലൂടെ നല്ല റോഡൊക്കെ വെട്ടി ഉണ്ടാക്കി അല്ലേ, റോഡ് പണിയാൻ തോന്നുന്നുണ്ട്. നേപ്പാൾ മൊത്തത്തിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. വരും 1-2 വർഷങ്ങൾ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നേപ്പാൾ കുറച്ചുകൂടെ നന്നാവും, റോഡ് സൗകര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നന്നാൻ ചാൻസ് ഉണ്ട്. വൈകുന്നേരം ഏകദേശം 6 മണിയോടുകൂടെ നമ്മൾ ബിർഗുഞ്ചിൻ്റെ ബിർഗുഞ്ചിൽ അവർ ഇറക്കുള്ളൂ. ബോർഡറിലേക്ക് പിന്നെ ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ലോക്കൽസ് ആയിട്ടുള്ള റിക്ഷക്കാർ നമ്മളെ പൊതിയും. അപ്പോൾ എല്ലാത്തിനും ഓടിച്ചു വിടുക. എന്നിട്ട് ഏതെങ്കിലും ഒരുത്തനെ നമ്മൾക്ക് അവർ 50 രൂപ കൊടുത്താൽ മതി ശരിക്ക്. പക്ഷെ ഭയങ്കര കഷ്ടമാണ് പല കാര്യം ആലോചിക്കുമ്പോൾ. അത് 50 രൂപക്കാണ് ഒരു അടിപൊളി കൂടുന്നത്. നമ്മളെ ബാഗൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ നല്ല റഫായിട്ട് നിന്നുകൊണ്ട് തന്നെ വലിയ അലമ്പൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് റിക്ഷ എടുത്തിട്ട് ബിർഗുഞ്ചിലെ നേപ്പാൾ ബോർഡറിലെത്തി. പിന്നെ അവിടെ നിന്ന് നമ്മള് ഭംഗിയുള്ള സ്ഥലമാണ്. അതായത് നമ്മളെ സൊണാലി ബലാഹിയ ബോർഡറിനേക്കാളും ഭംഗിയുള്ളത് ബിർഗുഞ്ച് ബോർഡറാണ്. കാണാൻ ഭംഗിയുള്ളത് ബിർഗുഞ്ച് ബോർഡറല്ല. നല്ല ലൈറ്റൊക്കെ ചെയ്തിട്ട് ഒരു ഹാൻഡ് ഷേക്ക് ചെയ്യുന്ന അല്ലേ, ഒരു ഹാൻഡ് ഷേക്ക് ചെയ്യുന്ന ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ഇന്ത്യ നേപ്പാളിലെ. അതെ അതെ, വർക്ക് നടക്കുന്നത് ശരിയാവുമായിരിക്കും അല്ലേ, വൈകാതെ റെഡി ആയിരിക്കും. പിന്നീട് നമ്മൾ നടന്നിട്ട് നമ്മൾ റക്സോൾ ബോർഡറിലേക്ക് വന്ന് റക്സോൾ ബോർഡറിൽ എത്തിയിട്ട്, റക്സോൾ എന്ന് പറഞ്ഞാൽ ബീഹാറിലാണ്. പിന്നെ റക്സോൾ ബോർഡർ കടന്നപ്പോൾ തന്നെ നമ്മളോട് സെക്യൂരിറ്റി ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ചോദിച്ചു അല്ലേ എവിടുന്നാണ് വരുന്നത്. വളരെ മാന്യമായിട്ടല്ലേ, ഞങ്ങളിങ്ങനെ നേപ്പാളിൽ നിന്ന് വരികയാണ്. കറൻസി അതായത് നമ്മളടുത്ത് കുറച്ച് നേപ്പാളി മണി എന്തായാലും ബാലൻസ് വരുമല്ലോ, നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിക്സ്ഡ് റേറ്റ് അപ്പൊ നമ്മളൊരു സുവനീർ ആയിട്ട് കുറച്ച് കളക്ഷൻസ് ഞാൻ എല്ലാ നോട്ടുകളും എല്ലാ കറൻസി നോട്ടുകളും 1 രൂപ മുതൽ 1000 രൂപ വരെയുള്ള എല്ലാ കറൻസി നോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക മെമ്മറീസ് ആണല്ലോ, അപ്പൊ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അതെ, ലോക്കൽസ് ആയ ആളുകൾ പറഞ്ഞല്ലേ, നമ്മള് കറൻസി എക്സ്ചേഞ്ചിനൊന്നും വലിയ ഓഫീസുകളോ സംഭവങ്ങളൊന്നും അല്ല. ലോക്കൽസ് ആയ ആളുകൾ, അതായത് നേപ്പാളിലുള്ള പോലെ റൂമൊന്നും ഇല്ല, റോഡ് സൈഡിൽ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ സെറ്റപ്പില് പല റേറ്റുകളുണ്ട്. ചിലപ്പോൾ ചിലവർ 1.60 1.60 തരും, ചിലർ 1.59 കുറച്ച് തരും. പിന്നെ ഇപ്പം നമ്മൾ വല്ലാതെ ബാർഗെയിൻ ചെയ്തില്ല, ഞങ്ങൾ ഏകദേശം ഒരു 1.58 5.9 ഫിക്സ് ചെയ്തു. വലിയ നഷ്ടമൊന്നും ഇല്ലല്ലോ. ഓക്കെ, പിന്നെ ഞങ്ങൾ നേരെ റക്സോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അത് നടക്കാനുള്ള ദൂരമുള്ളൂ. ടുക്ടുക്ക് എടുത്തു. പിന്നെ ടുക്ടുക്കിനുള്ള ദൂരമുള്ളൂ. നമ്മളെ ലഗേജൊക്കെ കുറെ നടക്കേണ്ട ബുദ്ധിമുട്ട്, നടക്കാനുള്ള ദൂരമുള്ളൂ. ശരി, അത്രേ ഉള്ളൂ, നടക്കാൻ പറ്റുന്ന ദൂരമുള്ളൂ. ഒരു 1 to 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ അല്ലേ. പിന്നെ നമ്മൾ റക്സോൾ റെയിൽവേ സ്റ്റേഷനിലാണ് അത് നമ്മളെ IRCTCന്റെ അല്ലേ ഒരു ഫുഡ് ലൈവായിട്ട് ഉണ്ടാക്കിയെന്ന് കേട്ടോ. അവിടെ മനസ്സിലായി, അവിടെയുള്ള ആൾക്കാരൊന്നും അവിടുന്ന് ഫുഡ് കഴിക്കലൊക്കെ കുറവാണല്ലോ. റക്സോൾ അത്ര വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷൻ ഒന്നല്ല, എന്നാലും നമ്മൾക്ക് കമ്പാരബിളി നല്ലതാണ് പറയാം അല്ലേ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് ലൈവായിട്ട് ഉണ്ടാക്കി വന്നു, ഫുഡ് കഴിച്ചു. പിന്നെ നമ്മളെ ട്രെയിൻ രാത്രി 11 മണിക്കാണ് അല്ലേ. ഫോണും എല്ലാം അവിടെ എല്ലാം സെറ്റാക്കി. അതെ, സെറ്റായിരുന്നു, ഒരുങ്ങി. ഒരു ഇന്ത്യയിലേക്ക് എത്തിയൊരു സുഖം ഉണ്ടല്ലോ, നമ്മളെ നാട്ടിലേക്ക് എത്തുമ്പോൾ ഉള്ളൊരു സുഖം. അതെ, ആ ഒരു ഫീൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ട്രെയിൻ പിടിച്ചു. ട്രെയിന് നമ്മൾ മുസഫർപൂരിക്കാണ് ട്രെയിൻ ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ ആദ്യം പാട്നയെന്നാണ് നമുക്ക് പാലക്കാടിലേക്കുള്ള ട്രെയിൻ. അതെ, നമ്മൾ ആദ്യം പാട്നയ്ക്ക് ഡയറക്റ്റ് പോകുന്നില്ല. അപ്പൊ നമ്മള് മുസഫർപൂർ വഴി പോകുന്ന ട്രെയിൻ ഉണ്ട്. അതെ, അപ്പൊ അതിനാണ് നമ്മൾ ചെയ്തത്. അതെ, അതായത് എന്നിട്ട് നമ്മള് മുസഫർപൂരിന്ന് പാട്നയ്ക്ക് വേറെ ട്രെയിൻ, ഹാജിപൂർ അല്ല പാട്നയ്ക്ക് ട്രെയിൻ ആദ്യം ചെയ്തു. പക്ഷെ അത് ക്യാൻസൽ ആയി. ട്രെയിൻ എന്തോ ക്യാൻസൽ ആയി. അപ്പൊ നമ്മള് ആദ്യം എടുത്തിരുന്ന മുസഫർപൂർ വരെ ഉള്ളൂ ടിക്കറ്റ് എടുത്ത്. അതെ, അപ്പൊ നമ്മൾ പിന്നീട് ഇങ്ങനെ മാപ്പ് നോക്കുന്ന സമയത്ത് പാട്നയുടെ തൊട്ടടുത്ത് വരുന്ന ഹാജിപൂർ ട്രെയിൻ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഞങ്ങൾ മുസഫർപൂർ ഇറങ്ങാതെ ഹാജിപൂർ പോയിട്ട് ഇറങ്ങി. രാത്രിയാണല്ലോ, പിന്നെ TT പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഇറങ്ങിയത് രാത്രി അങ്ങനെ പോയിട്ട്. പിന്നെ ഹാജിപൂരിന്ന് മോർണിംഗിൽ തന്നെ മറ്റേ പാട്നയിലേക്ക് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് കേട്ടോ. അത് ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരം ഞാൻ പറ്റുള്ളൂ ഹാജിപൂരിന്ന്.
മറ്റേ പാട്നയിലേക്ക്. അപ്പോൾ നമുക്ക് ലോക്കലല്ല, നല്ല സ്ലീപ്പർ ബസ്സുകളുണ്ട്. ബസ്സുകളുണ്ട്. പിന്നെ അതിൽ നല്ലൊരു അനുഭവം ഉണ്ടായി. എന്താ പറയുക, ഗംഗ കണ്ടു. ഗംഗൻ്റെ ഡെപ്ത് അല്ലേ, ഡെപ്ത് അല്ലെങ്കിൽ അതിൻ്റെ വിടുത്ത് എത്രത്തോളം വീതി ഉണ്ട് എന്നുള്ളത് നമുക്ക് പാട്ന പോയാലും മനസ്സിലാകാം. അത്രയും ദൂരത്തിലുള്ള ഒരു പാലമൊക്കെ കിട്ടിയിട്ട് അല്ലേ. അങ്ങനെ വിചാരിച്ചു എന്താ അത് വല്ല കടലിൻ്റെ ഏരിയ അങ്ങനെ എന്താണെന്നുള്ളത് വിചാരിച്ചു. കാരണം അത്രയും വൈഡായിട്ട് കിടക്കുക ഗംഗ അവിടെ. പിന്നെ നമ്മൾ നേരെ പാട്നയിലേക്ക് എത്തുന്നു. നമ്മളവിടെ നിന്ന് റിലേഷൻഷിപ്പ് അതെ, നമ്മൾ പാട്നയിലെത്തി ചെറുതായിട്ടൊരു മോളിൽ കയറി. മോളെന്നൊന്നും പറയില്ല, പാട്നയിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഒന്നല്ല തോന്നുന്നുണ്ട് കേട്ടോ. പാട്ന വേറെ നല്ല ക്ലോക്ക് റൂമിലുണ്ടോ സാധനങ്ങളൊക്കെ വെച്ചു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ക്ലോക്ക് റൂമിൽ ലഗേജ് ഒക്കെ വെച്ചു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല ഇൻഫ്രയാണ്, പക്ഷെ അത് കൊണ്ട് നടക്കാൻ അറിയില്ല. അതാണ് ബീഹാറികളെ കുറ്റം പറയല്ല, പക്ഷേ ബീഹാറികൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷെ അവർ ഈ പാന് തിന്നിട്ട് തുപ്പിയിട്ടൊക്കെ നാശാക്കി ആകെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഒരു ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ പറയുമല്ലോ, അങ്ങനെ തന്നെ. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ റെയിൽവേയിലെ കാറ്ററിംഗ് സർവീസ് ഉണ്ട്. അതിനുള്ളിൽ തന്നെ നല്ലൊരു ലൊക്കേഷൻ നോക്കിയിട്ട് അവിടുന്ന് ഒരു ഹോട്ടലിൽ ലോഞ്ച് തന്നെ എടുത്തത്. അതെ, നല്ല ലോഞ്ച് ചെയ്ത്. ആ ലോഞ്ച് ആയതെന്ന് വെച്ചാൽ നമ്മളെ ഫുഡിൽ നമ്മൾ ഇത്രയും ട്രിപ്പിൽ ഇത്രയും സമയം എടുത്തിട്ട് നമ്മൾ വേറെ റിസ്ക്കുകളൊന്നും നമ്മൾ എടുത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ലോഞ്ച് എടുത്തു. അവിടെ AC സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. വലിയ ഒരു മണിക്കൂറിന് 100 രൂപ അങ്ങനെ എന്തോ റേഞ്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ലോഞ്ച് എടുത്തു. അവിടെ ഫ്രഷായി. അവിടെ തന്നെ ഫുഡ് കഴിച്ചു. നല്ല ഫുഡൊക്കെ ആയിരുന്നു, പക്ഷേ എക്സ്പെൻസീവ് ആണ്. എന്നാലും നല്ല ഫുഡ് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഫുഡ് കഴിച്ചു. അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് പുറത്തൊന്ന് ഉച്ചക്ക് 1 മണിക്കായിരുന്നു ട്രെയിന്. 2 മണിയോടെ മുന്നായിട്ടാണ് ട്രെയിൻ പാലക്കാടേക്ക് പറയാനുള്ളത്. നമുക്ക് കൺഫേം അല്ലായിരുന്നു. 64 വെയിറ്റിംഗ് ലിസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ തൽക്കാലം നോക്കി, പക്ഷെ അത് കിട്ടിയില്ല. അത് കിട്ടോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ട്രെയിൻ കിട്ടിയാൽ പോവാ, അല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അവസാനം RAC കിട്ടി. അതിന്റെ അവസ്ഥ പിന്നെ പറയാം. അത് ഈ നോർത്ത് എന്നല്ല, എവിടെയൊക്കെ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പം പറയാനുള്ളൊരു കാര്യമാണ്, കൺഫേം ആയിട്ട് പരമാവധി പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നല്ല പണി കിട്ടും. കാരണം ഒരു ദയം ദാക്ഷിണ്യൊന്നും ആരും കാണിക്കില്ല അല്ലേ. പ്രത്യേകിച്ച് AC ആണെങ്കിൽ പോലും അവിടെ ഇവിടെ നിന്ന് കിടക്കാനും പറ്റില്ല. അത് പ്രശ്നം തന്നെയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ നല്ല തിരക്കാണ്. പാട്നയിൽ നിന്ന് നമ്മളെ അതിഥി തൊഴിലാളികളൊക്കെ നാട്ടിലേക്ക് വരുന്ന ട്രെയിനാണ്. നല്ല തിരക്കാണ്. പിന്നെ പാട്നയിൽ നിന്ന് നമ്മളെ പാട്ന എക്സ്പ്രസ് വരുന്നത് നമ്മളെ ജാർഖണ്ഡ്, പിന്നെ ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്ര വഴി നമ്മളെ നാട്ടിലേക്ക്. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഉച്ചക്ക് നമ്മൾ പാലക്കാട് എത്തുന്നു. നേരെ പോയത് അങ്ങോട്ടാ നല്ലൊരു സദ്യ. കാരണം എന്താ, അത്രയും ദിവസം നമ്മളെ ഫുഡ്, നാട്ടിലെ ഫുഡ് കഴിക്കാനായിട്ട് അരിഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിലത്തെ ഫുഡ് കഴിക്കാൻ ഇടങ്ങാറുണ്ടല്ലോ. ചൗമീനെ ഫുള്ള് കേട്ടോ. ചൗമീൻ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, എവിടെ പോയത് ഒരു മിനിമം ഗ്യാരണ്ടി കേട്ടോ. അതാണ് ഫ്രൈഡ് റൈസിൻ്റെ പ്രത്യേകത. പണി കിട്ടും. അതുമല്ല ഒരു മിനിമം ടേസ്റ്റ് എന്തായാലും ഉണ്ടോ, റിസ്ക് ഇല്ലാതെ കഴിക്കാൻ പറ്റും. ഇത് നാട്ടിൽ വന്നിട്ട് പാലക്കാട് നല്ലൊരു സദ്യ, അടിപൊളി സദ്യ കഴിച്ച് അപ്പോഴാണ് വയറൊക്കെ പറഞ്ഞത് ഇന്ന് ലാവിഷായി. നേരെ ബസ് പിടിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാന്. ഇത് കുറേ എപ്പിസോഡുകളായിട്ടായിരിക്കും ഉണ്ടാകുക. പക്ഷെ നമ്മൾ മുമ്പ് അനുഭവിച്ച അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഫേസ് ചെയ്ത കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ എക്സ്പീരിയൻസ് ഇവിടെ ഞങ്ങൾ പറയുകയുണ്ടായത്. അപ്പോൾ നിങ്ങൾക്കും ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനിയും ഞങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനിയും വരാനുണ്ട്, വീഡിയോസ് വരാനുണ്ട്. ഇത് കറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ഇതിന് ലാസ്റ്റ് ആയിട്ട് ഇടും. കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ ഷോർട്സ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഓക്കെ.